ഹായ് ഫ്രണ്ട്സ്, ഇന്ന് ഈസി ആയ ഒരു ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കാം. ഇതിനു വേണ്ടി ഒരു കപ്പ് അരിപ്പൊടി എടുത്തിട്ടുണ്ട്. ഇത് തരികളൊന്നും ഇല്ലാത്ത പൊടിയാണ്. ഇതിലേക്ക് ആവശ്യമുള്ള ഉപ്പിട്ട് കൊടുക്കാം. 1 ടീസ്പൂൺ പഞ്ചസാരയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. 1 ടീസ്പൂൺ ഈസ്റ്റ് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇത് ഇൻസ്റ്റൻറ്റ് ഈസ്റ്റാണ്. ഇനി ഒരു സ്പൂൺ വെച്ച് ഇതൊന്ന് നന്നായി മിക്സ് ചെയ്ത് കൊടുക്കാം. ഇതിപ്പോൾ മിക്സായി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1/2 ഗ്ലാസ് തേങ്ങാപ്പാലും 1/2 ഗ്ലാസ് ചൂടുവെള്ളവും കൂടി മിക്സ് ചെയ്തത് ഒഴിച്ചു കൊടുക്കാം. ഇതിനൊരു ഇളം ചൂട് മാത്രമേ ഉണ്ടാകാൻ പാടുള്ളൂ. കട്ടകളൊന്നും ഇല്ലാതെ ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇതിപ്പോൾ നന്നായി മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. കട്ടകളൊന്നുമില്ല. ഈ കൂട്ട് അരമണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെക്കണം. നല്ല ചൂടുള്ള സ്ഥലമെങ്കിൽ 20 മിനിറ്റ്സ് മതിയാവും. ഇവിടെ ഇപ്പോൾ രാവിലെ ആയതുകൊണ്ട് കുറച്ച് തണുപ്പാണ്. അരമണിക്കൂർ ആയപ്പോഴേക്കും മാവ് നന്നായി പൊങ്ങി വന്നിട്ടുണ്ട്. ഇത് ഒന്നുകൂടി ഒന്ന് ഇളക്കി യോജിപ്പിക്കാം. ഇളക്കി യോജിപ്പിക്കും കുറച്ച് സാവധാനത്തിൽ തന്നെ ഇളക്കി യോജിപ്പിക്കണം. ഇനി ഇത് ഓരോന്നായി ചുട്ടെടുക്കാം. ഇനി ഇതൊന്ന് അടച്ചു വെക്കാം. 2 മിനിറ്റ് അടച്ചു വെച്ചാൽ മതി. അപ്പം വെന്തിട്ടുണ്ട്. സൈഡെല്ലാം നല്ല ക്രിസ്പിയായി വന്നിട്ടുണ്ട്. ഇത് തിരിച്ചിട്ട് കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഇതുപോലെ ഇങ്ങ് എടുത്ത് മാറ്റിയാൽ മതി. ഇതേപോലെ ബാക്കിയെല്ലാം ചുട്ടെടുക്കാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഈസിയായി ഉണ്ടാക്കാൻ പറ്റുന്ന ബ്രേക്ക്ഫാസ്റ്റ് റെഡി ആയിട്ടുണ്ട്. ഇത് ഏത് കറീൻ്റെ കൂടെയും കഴിക്കാം. കറികളൊന്നും ഇല്ലെങ്കിലും ഇത് കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. ഇത് നല്ല സോഫ്റ്റാണ്. സൈഡ് നല്ല ക്രിസ്പിയാണ്. ഞാനിത് കറികളൊന്നും ഇല്ലാതെയാണ് കഴിക്കുന്നത്. ഓക്കെ ഫ്രണ്ട്സ്, ബൈ ബൈ. താങ്ക് യു ഫോർ വാച്ചിങ്.